CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് 11 എന്നൊരു മാധ്യമമാണ് ഇത് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ആ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസിന്റെ കോൺട്രാക്റ്റുമായി അനുബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് പുറത്തു വിട്ടിട്ടുള്ളത്. അഥവാ അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നിലവിൽ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് 11 എന്ന മാധ്യമം പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ബ്ലാസ്റ്റേഴ്സുമായി 2026 വരെയുള്ള പുതിയ കരാറിൽ ഒപ്പുവെച്ചു എന്നാണ്. ഏതായാലും നമുക്ക് ഫസ്റ്റ് 11 റിപ്പോർട്ടിലേക്ക് ഒന്ന് കടക്കാം. അങ്ങനെ അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസിന്റെ കരാർ നീട്ടിയിരിക്കുകയാണ്. ക്ലബിൽ നിന്നുള്ള തന്റെ വിടവാങ്ങലിനെ ചുറ്റിയുള്ള ഒരുപാട് ശക്തമായ അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ വിരാമമിട്ടിട്ടുമുണ്ട്. തന്റെ ഗോൾ സ്കോറിംഗ് മികവ് ആരാധകരുടെ ഹൃദയം കവർന്ന ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ ISL നിന്നും വമ്പൻ ക്ലബ്ബുകൾ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ വിശ്വസ്തര അഥവാ ആരാധകരെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് താരത്തിന്റെ ഈ ഒരു കരാർ പുതുക്കൽ നടന്നിട്ടുള്ളത്. ക്ലബ്ബുമായി 2 വർഷത്തെ കരാറാണ് ദിമിത്രിയോസ് നീട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും ടോപ്പ് സ്കോറർ എന്ന അഭിമാനകരമായ കിരീടം സ്വന്തമാക്കി ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഈ ഒരു സീസണിൽ ടീമിന് വേണ്ടി ഒഴിച്ചുകൂടാനാവാത്ത സമ്പാദ്യം തന്നെയാണ്. കൂടാതെ എതിരാളികളായ ക്ലബ്ബുകൾക്ക് തങ്ങളുടെ സ്റ്റാർ സ്ട്രൈക്കറെ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലായിരുന്ന പിന്തുണക്കാർക്ക് വലിയ ആശ്വാസമാണ് ക്ലബ്ബിൽ തുടരാനുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു തീരുമാനത്തോടെ വന്നിട്ടുള്ളത്. ഇതുകൂടാതെ നിലവിൽ ISLന്റെ ഈ ഒരു 10ാമത്തെ സീസണിൽ ഗോൾഡൻ ബൂട്ടിന്റെ റേസിൽ 1ാം സ്ഥാനത്താണ് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഉള്ളത്. കൂടാതെ കരാർ നീട്ടുന്നതിൽ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് കാണിച്ച പ്രതിബദ്ധത ക്ലബിനോടുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തിന്റെയും വിശ്വാസത്തിന്റെയും തെളിവാണ്. കൂടാതെ ദിമിത്രിയോസിന് ചുറ്റും ശക്തമായ ഒരു സ്ക്വാഡിനെ കെട്ടിപ്പടുക്കാനും കൂടാതെ തന്നെ ISLൽ വിജയകരമായ ക്യാമ്പയിൻ ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഈ ഒരു തീരുമാനത്തെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുമെന്നതും ഉറപ്പ് തന്നെയാണ്. ഏതായാലും ഈ ഒരു റിപ്പോർട്ടുകൾ അഥവാ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് സ്പോർട്സ് 11 എന്ന മാധ്യമം പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഏതായാലും ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായുള്ള കോൺട്രാക്ട് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് 2026 വരെ നീട്ടിയിട്ടുണ്ട് എന്നത്. നമുക്കറിയാം കുറെ അധികം ദിവസങ്ങളായി താരത്തിനോടനുബന്ധിച്ചുള്ള കുറെ അധികം അഭ്യൂഹ വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഏതായാലും ഇതിനിപ്പോൾ ഒരു അന്ത്യം ഇട്ടിരിക്കുകയാണ്. ഏതായാലും ആരാധകരെല്ലാവരും നല്ലോണം ഒന്ന് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ മാർക്കസ് മൊർഗുലോയുടെ റിപ്പോർട്ട് തന്നെ പുറത്തേക്ക് വരണം. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കസിന്റെ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.